മീൻകാരൻ ഉമ്മറെ മീൻ വിൽക്കാൻ പോയി തെക്കേ ലാലിക്കോയന്റെ മോളോട് ഒരു പൂതി വെച്ച്. ഉള്ളില് പൂതി പെരുത്തുണ്ടെങ്കിലും മീൻകാരനായ എനിക്ക് ആ ബന്ധം ചേരില്ല എന്ന് സ്വയം ഉള്ളിൽ ഉറപ്പിച്ച ഉമ്മറ ആ സ്നേഹം ഉള്ളിൽ ഒതുക്കിയിട്ട് കുറെ നാള് അങ്ങനെ കൊണ്ട് നടന്നു. മീൻ വിൽക്കാൻ പോണ നേരം ആലിക്കോയ വീട്ടിലില്ലെങ്കിൽ അന്ന് ആലിക്കോയന്റെ ഏക മകള് പാത്തുമ്മയാണ് അന്ന് മീൻ വാങ്ങിക്കാൻ വരിക. കോയാന്റെ 8 മക്കളില് ആകെ ഉള്ളോൺ പെൺതരിയാണ് ഫാത്തിമ. ഏക മകളല്ലേ, കൊഞ്ചിച്ചും തഞ്ചിച്ചിട്ട് കോയ പാത്തുമ്മ എന്നല്ലാതെ മോളെ വിളിക്കൂല. മീൻ വാങ്ങാൻ വരുന്ന പാത്തുമ്മ പുഞ്ചിരി അല്ലാതെ വേറെ ഒന്നും ഉമ്മറിനോട് മുണ്ടില്ലെങ്കിലും ആ പുഞ്ചിരി മതി അന്ന് ഉമ്മറിന് മീൻ വിൽക്കാനായി. ഒരു ദിവസം പൊടിനിന്റെ ഇടയിൽ മീൻ പൊതിഞ്ഞു കൊടുക്കുന്ന ഉമ്മറിന്റെ കയ്യിലേക്ക് ഒരു ചുരുട്ടി കടലാസ് പാത്തുമ്മ കൊടുത്ത് ആകാംക്ഷയോടെ കടലാസ് നിവർത്തി നോക്കിയപ്പോഴേ നിങ്ങളെയൊക്കെ പെരുത്ത് ഇഷ്ടാണെന്നായിരുന്നു അതിൽ പാത്തുമ്മ എഴുതിയിട്ടുണ്ടായി. ഇവര് തമ്മിലുള്ള ഇഷ്ടം ആരൊക്കെയോ പറഞ്ഞറിഞ്ഞ് ആലിക്കോയന്റെ ചെവിയിലെത്തി. പാത്തുമ്മാന്റെ ഒരു ഇഷ്ടത്തിനും ഇതുവരെ ആലിക്കോയ എതിർപ്പ് പറഞ്ഞിട്ടില്ല. ആ ആലിക്കോയൊക്കെ മോളെ വിഷമിപ്പിക്കാൻ വലിയ പ്രയാസമായിരുന്നു. ഇങ്ങനെ ഒരു ബന്ധത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോഴേ മോള് കരഞ്ഞും വിഷമിച്ചിരിക്കണവും കാണാൻ വയ്യാത്ത കോയെ മീൻ കച്ചവടം നിർത്തി വേറെ എന്ത് പണിക്കോ പോവാണെങ്കിൽ എന്റെ മോള് പാത്തുമ്മാനെ ഞാൻ ഓനക്ക് ഇട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ഈ വിവരം എത്രയും പെട്ടെന്ന് ഉമ്മറിനെ പാത്തുമ്മ അറിയിച്ചു. വളരെ പ്രയാസത്തോടെ ആണെങ്കിലും കച്ചവടം നിർത്താവുന്നു. പിന്നീട് അങ്ങോട്ട് ഉമ്മർ പലതരം മീനുകൾ അച്ചാറിട്ട് വിൽക്കാനായിട്ട് ദൈവ കടാക്ഷം എന്ന് പറഞ്ഞ പോലെ കച്ചവടം അങ്ങോട്ട് കത്തിക്കായി. മോളെ കെട്ടിച്ചെടുത്തില്ലേ ഒട്ടും നഷ്ടമില്ല എന്ന് കോയാക്ക് മനസ്സിലായി. അത്ര ടേസ്റ്റ് ആണെന്നേ ഫിഷ് പിക്കിൾ വേഗം ഓർഡർ ചെയ്തു.